ഹായ് ഹലോ വെൽക്കം ടു ഐറ സ്റ്റിച്ചിങ്. അപ്പോൾ ഞാനിന്നൊരു വീഡിയോ ഒക്കെ ചെയ്യാമെന്ന് കരുതി. കുറേ ദിവസമായി ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട്. കാരണം അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു ടൈമായിരുന്നു. കല്യാണ വർക്ക് അത്യാവശ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോസൊന്നും അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനൊരു വീഡിയോ ഇടാമെന്ന് കരുതി. ഇത് ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് ചെയ്യിപ്പിച്ചിട്ടുള്ള ഡ്രസ് കോഡാണ് കേട്ടോ. 6 പേർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ ട്രെൻഡായിട്ടുണ്ടായിരുന്ന ഒരു മോഡലാണ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരേ മെറ്റീരിയൽ തന്നെ ഇവർ ഡിഫറെൻറ്റ് മോഡൽസ്, അതായത് 3 തരം മോഡലിലാണ് ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൻ്റെ കളറും മെറ്റീരിയലൊക്കെ ഒന്ന് തന്നെയായിരുന്നു കേട്ടോ. അംബർലയിലും പിന്നെ പ്ലീറ്റഡിലൊക്കെ ആയിട്ടാണ് മോഡൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് അവർ ചെയ്യിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്ന മോഡലിൽ ഫസ്റ്റ് വരുന്നത്. അതായത് ഫുൾ ഗൗണിൽ പിന്നെ നെറ്റിൽ വന്നിട്ടുള്ള ഒരു ഓവർ കോട്ട് വന്നിട്ടാണ് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. മേൽഭാഗത്ത് നെറ്റ് കൊടുത്തിട്ടുണ്ട്. നെറ്റിൻ്റെ അടിയിലായിട്ട് ലേസ്, പിന്നെ കൈയിൻ്റെ മുകളിലായിട്ടും അതേപോലെ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇത് യോക്ക് പാർട്ടിയിലെ ഒരു പ്രിൻസസ് കട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇൻവിസിബിൾ സിബാണ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഫുൾ സെറ്റ് ഗൗണായിട്ടാട്ടോ ചെയ്തിട്ടുള്ളത്. ലെങ്ത്തിലാണ്, അത്യാവശ്യം ലെങ്ത്തിലാണ് ഇത് ചെയ്യിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിന് നമ്മളൊരു ഷോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഷോൾ വന്നിട്ടുള്ളത് ഒരു ഓർഗൻസ മെറ്റീരിയലാണ്. ഈ ഷോളിൻ്റെ 4 ഭാഗത്തായിട്ട് ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ അവർ ഡ്രസ്സ് ഇട്ടുള്ള ഒരു ഫോട്ടോ കേട്ടോ അത്. 2 പേർക്ക് വേണ്ടിയിട്ടാണ് ഈ മോഡൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ അടുത്തത് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതേപോലെ തന്നെ യോക്ക് പാർട്ടിൽ പ്രിൻസസ് കട്ട് കൊടുത്തിട്ട് നെറ്റിലുള്ള ഒരു ഫുൾ ലെങ്ത്തിൽ ഗൗണ്, അതിൻ്റെ മേലെ നെറ്റിലൊരു ഓവർ കോട്ട് പോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഓപ്പൺ ആക്കിയിട്ടാണ്, ആ ഭാഗത്ത് ലേസൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതിൻ്റെ കൈയിൻ്റെ തലപ്പത്തായിട്ട് ലേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നെറ്റിൻ്റെ അടിഭാഗത്തായിട്ടും ഇതേപോലെ ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതും ഫുള്ളായിട്ടുള്ള ഗൗണായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ഷോളിൻ്റെ 4 ഭാഗത്തായിട്ട് ലേസും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണപ്പോൾ നമ്മളെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. പിന്നെ നമ്മളൊരു കുട്ടിക്ക് വേണ്ടിയിട്ട് ഇതേപോലെ പ്ലീറ്റഡ് ആയിട്ടുള്ളൊരു ഗൗണാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതും ലേസ് നെറ്റിലും കയ്യിലും ലേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കയ്യിൻ്റെ തലപ്പത്തായിട്ടൊരു നെറ്റിലുള്ള ഒരു അംബ്രല്ല ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മളെ ഡ്രസ്സ്. ഇപ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്